നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നാളെ ദേവപ്രശ്നത്തിന് മുമ്പ് അതിനുള്ള പരിഹാരമുണ്ടായിരിക്കണം. ക്ഷേത്രപൂജാരി ദേവനാരായണനും മകളും അതിനുവേണ്ടി ഈ നടയിൽ ഉണ്ടാവണം. ഈശ്വര, എന്റെ മോൾ ഭഗവാനെ, അങ്ങയുടെ കൺമുമ്പിലാണ് എന്റെ മോള് കിടക്കുന്നത്. പൂജ ചെയ്യുന്ന എന്നേക്കാൾ അവളല്ലേ അങ്ങേ ഉപാസിച്ചു. അവളെ കാക്കണേ ഭഗവാനെ. മോളെ, കണ്ണു തുറക്ക്. രാധിക, എന്താ എന്താ നിനക്ക് പറ്റിയത് മോളെ? രാധിക, എന്താ നിനക്ക് പറ്റിയത്? എന്താ മോളെ നിനക്ക് പറ്റിയത്? എപ്പോഴാ നീ ഇങ്ങോട്ട് വന്നത്? ഇന്നലെ രാത്രി. എന്റെ ദൈവമേ, ഇന്നലെ രാത്രി മുഴുവൻ നീ ഇവിടെ തനിച്ചായിരുന്നു. മോളെ എഴുന്നേറ്റ്, നമുക്ക് വീട്ടിലേക്ക് പോവാം. വാ, തിരുമേനി പോകാൻ വരട്ടെ. ദേവപ്രശ്നത്തിന് മുന്നോടിയായി ചില ദുശ്ശകുനങ്ങൾ കണ്ടതുകൊണ്ടാണ് നാം വന്നതെന്ന് പറഞ്ഞല്ലോ. അതിന്റെ ദൃഷ്ടാന്തമാണ് ഇപ്പൊ ഇവിടെ കണ്ടത്. തിരുമേനി എന്താ പറഞ്ഞു വരുന്നത്? നടയടച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞുള്ള സമയം ദേവദേവാദികൾക്ക് വിഹാരത്തിനുള്ളതാണ്. അവിടെ മനുഷ്യപ്രവേശം ശാസ്ത്രം വിലക്കിയിട്ടുള്ളതാണ്. അതറിയില്ലെന്നുണ്ടോ തിരുമേനിക്ക്? അറിയാം, പക്ഷേ നടയടച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞുള്ള സമയം ദേവദേവാദികൾക്ക് വിഹാരത്തിനുള്ളതാണ്. അവിടെ മനുഷ്യപ്രവേശം ശാസ്ത്രം വിലക്കിയിട്ടുള്ളതാണ്. അതറിയില്ലെന്നുണ്ടോ? മോളെ, മോളെ, കന്യകയായ ഒരു പെൺകുട്ടി ഈ ക്ഷേത്രനടയിൽ ബോധപൂർവം വന്ന് കിടന്നു എന്ന് പറഞ്ഞാൽ അത് പൊറുക്കാവുന്ന കുറ്റമാണോ? അത് ദൈവനിന്ദയല്ലേ? അതിന്റെ ദോഷം ഈ ക്ഷേത്രത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഭക്തർക്കല്ലേ? മാത്രമല്ല, ഇന്നലെ ഇതേ നടയിൽ കഴുത്തിൽ ചാർത്താൻ പോയ താലി തട്ടിക്കളയുകയും ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ താലി ചാർത്തി എന്ന് അവകാശപ്പെടുന്ന ഒരു പെണ്ണാണ് അങ്ങയുടെ മകൾ. കേട്ടുകേൾവി പോലുമില്ലാത്തൊരു കഥയ്ക്ക് അങ്ങയുടെ കുടുംബവും വ്യാഖ്യാനങ്ങൾ പലതും കൊടുക്കും. പക്ഷേ അത് ദൈവനിഷേധമാണ്. അത് ദൈവനിന്ദയുമാണ്. ശിക്ഷിക്കപ്പെടേണ്ട കുറ്റമാണ്. ദൈവത്തിനു മുന്നിൽ
എല്ലാവരും സമന്മാരാണ്. അത് ഞാനായാലും ക്ഷേത്രപൂജാരി ദേവനാരായണൻ തിരുമേനി ആയാലും അദ്ദേഹത്തിന്റെ മകളായാലും തെറ്റ് ചെയ്താൽ അത് ചോദ്യം ചെയ്യപ്പെടണം. എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? അതെ അതെ അത് വേണ്ടത് തന്നെയാ. തെറ്റ് ചെയ്താൽ ദൈവദോഷം ഞങ്ങൾക്ക് കൂടിയാണല്ലോ. കൃത്യസമയത്ത് തിരുമേനി കൂടെ വന്നത് നന്നായി. ഇനിയിപ്പോ എന്ത് ദോഷം ഉണ്ടെങ്കിലും തിരുമേനി പരിഹരിക്കുമല്ലോ. ക്ഷേത്ര കമ്മിറ്റിയിൽ വിവരം അറിയിക്കണം. എന്താ വേണ്ടതെന്ന് അങ്ങ് പറഞ്ഞാ മതി. ചെയ്യാവുന്നത് ഒന്നേയുള്ളൂ. ഭഗവാൻ ശ്രീകൃഷ്ണൻ ചാർത്തിയെന്ന് പറയുന്ന ഒരു താലി ഈ നടയിൽ നിന്ന് ഉയർത്തി കാണിച്ച നിമിഷം മുതൽ ദുർനിമിത്തങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. നാളെ ദേവപ്രശ്നത്തിന് മുമ്പ് അതിനുള്ള പരിഹാരമുണ്ടായിരിക്കണം. ക്ഷേത്രപൂജാരി ദേവനാരായണനും മകളും അതിനുവേണ്ടി ഈ നടയിൽ ഉണ്ടാവണം. നാം മടങ്ങുന്നു. തിരുമേനി, അങ്ങയുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചില്ല. വാ. എന്താ മോളെ ഇതൊക്കെ? എന്തിനാ നീ വീട് വിട്ട് ഇറങ്ങിപ്പോന്നത്? യശോദേ, ഇറങ്ങുമ്പോ ഞാൻ ചോദിച്ചതല്ലേ? ക്ഷമിക്കണം, ഇങ്ങനെ ഇറങ്ങി പോകുന്നു ഞാനും കരുതിയില്ല. മോളെ, കാര്യം എന്താണെന്ന് അച്ഛനോട് പറയൂ. ഇന്നലെ മുതല് ആളുകളെല്ലാം നിന്റെ പ്രവൃത്തികൾക്ക് എതിരാണ്. നിന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞിരുന്നവരെല്ലാം ഇപ്പൊ നിനക്ക് നേരെ വിരൽ ചൂണ്ടുക. ഒന്നും പറയാനില്ലേ നിനക്ക്? ഞാൻ മോളെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. വാ. ഹലോ, പത്മനാഭൻ തിരുമേനി ചതിച്ചില്ല. കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ നടന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.